പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രീ പ്രൈമറി സ്റ്റുഡൻസിൻ്റെ പേരൻസിന് നൽകേണ്ടുന്ന ഗൈഡ് ലൈൻസിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചത്. ഇനി തുടർന്നുള്ള 2 വീഡിയോകളിലായിട്ട് നമുക്ക് മോണ്ടിസോറി വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളുടെ പേരൻസിന് നൽകേണ്ടുന്ന ഗൈഡ് ലൈൻസിനെ കുറിച്ച് പഠിച്ചു പോകാം. ഗൈഡ് ലൈൻസ് ഫോർ പേരൻസ് ഓഫ് മോണ്ടിസോറി ചിൽഡ്രൻ. മോണ്ടിസോറി വിദ്യാഭ്യാസം ശരിയായ നിലയിൽ സാധ്യമാകേണ്ടുന്നതിന് എപ്പോഴും സ്കൂളും അതുപോലെ തന്നെ കുട്ടികളുടെ വീടും തമ്മിൽ ഒരു ബന്ധം നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. മോണ്ടിസോറി സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്തൊക്കെയാണ് എന്ന് തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ ഏതെല്ലാം നിലയിലെല്ലാം പ്രാക്ടീസ് ചെയ്യിക്കണം എന്നും രക്ഷിതാക്കൾ അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു ശരിയായ രൂപത്തിലുള്ള മോണ്ടിസോറി പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസം ആ കുട്ടിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയാനാവും. അപ്പോൾ അതിൻ്റെ കീ ഗൈഡ് ലൈൻസ്, പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് ദി മോണ്ടിസോറി പ്രിൻസിപ്പിൾ. എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദി മോണ്ടിസോറി പ്രിൻസിപ്പിൾ. മോണ്ടിസോറി പ്രിൻസിപ്പിൾ എന്താണ് എന്ന് രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കേവലം സ്കൂളിലേക്ക് വിടുന്നു, അതല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളിലേക്ക് വിടുന്നു, ഒരു മോണ്ടിസോറി സ്കൂളിലേക്ക് വിടുന്നു, എന്നിട്ട് അവിടുന്ന് കുട്ടി വിദ്യാഭ്യാസം നേടുന്നു എന്നതിലുപരി മോണ്ടിസോറി പ്രിൻസിപ്പിൾ എന്താണ് എന്നതിനെക്കുറിച്ചിട്ട് രക്ഷിതാക്കൾക്കും ഒരു ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് കുട്ടിയെ ശരിയായ രൂപത്തിൽ വീട്ടിൽ നിന്നും രക്ഷിതാക്കൾക്ക് പരിപാലിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് പഠനം ശരിയായ രൂപത്തിൽ നടക്കാനാവശ്യമായ സാഹചര്യങ്ങൾ വീട്ടിനുള്ളിൽ സൃഷ്ടിക്കാനാകുകയുള്ളൂ. അതിനനുസരിച്ച് കുട്ടിയെ ട്രെയിൻ ചെയ്യിക്കുവാൻ വീട്ടുകാർക്കും സാധിക്കുകയുള്ളൂ. കുട്ടിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുക എന്നതിലുപരി പല കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ട് അവനെ അനുവദിക്കുക, ചെയ്യുവാൻ വേണ്ടിയിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മോണ്ടിസോറി ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ അനുവർത്തിക്കേണ്ട രീതി എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ളൊരു സാഹചര്യമാണ് നമ്മളുടെ വീടുകളിൽ സൃഷ്ടിക്കേണ്ടത്. ഇത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ക്രിയേറ്റ് എ മോണ്ടിസോറി ഫ്രണ്ട്ലി എൻവയറോൺമെൻറ്റ് അറ്റ് ഹോം. എന്താണ്? ക്രിയേറ്റ് എ മോണ്ടിസോറി ഫ്രണ്ട്ലി എൻവയറോൺമെൻറ്റ്. മോണ്ടിസോറി ഫ്രണ്ട്ലി എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മോണ്ടിസോറി സ്കൂളിൽ കുട്ടി ഏത് രൂപത്തിലുള്ള ഒരു സാഹചര്യത്തിലാണോ അവൻ വിദ്യ അഭ്യസിക്കുന്നത്, അല്ലെങ്കിൽ അവന് ക്രിയേറ്റിവിറ്റിയിൽ ഏർപ്പെടുന്നത്, അവന് പഠനങ്ങൾ നടത്തുന്നത്, അതേ രൂപത്തിലുള്ള ഒരു എൻവയറോൺമെൻറ്റ് നമുക്ക് കഴിയുമെങ്കിൽ വീട്ടിലും കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് കരുതിയിട്ട് മോണ്ടിസോറി സ്കൂളിലുള്ള എല്ലാ മെറ്റീരിയൽസും വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതല്ല. അവന് സാധാരണ നിലയിൽ പെരുമാറേണ്ടുന്ന, അതല്ലെങ്കിൽ അവൻ്റെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ടുന്ന ആക്ടിവിറ്റീസിന് ഉതകുന്ന രൂപത്തിലുള്ള ഒരു എൻവയറോൺമെൻറ്റ് തൻ്റെ വീടുകളിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ഉദാഹരണത്തിന് ചൈൽഡ് സൈസ്ഡ് ഫർണിച്ചർ, കുട്ടികൾക്ക് ഇരിക്കാൻ ഉതകുന്ന രൂപത്തിൽ കസേരകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ ആ പ്രായത്തിന് അനുസരിച്ചുള്ള ഫർണിച്ചറുകൾ വീട്ടിലൊരുക്കി കൊടുക്കുക. അത് അവനിരിക്കുന്ന ചെയറാവാം, അതുപോലെ തന്നെ അവൻ്റെ മെറ്റീരിയൽസ് വെക്കുന്ന ഷെൽഫുകളാവാം, അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങൾ എന്നിവ നമ്മൾ വീട്ടിലൊരുക്കി കൊടുക്കുക. അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുക. മോണ്ടിസോറി വിദ്യാഭ്യാസത്തിന് അനുസൃതമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ വീട്ടിൽ അവന് ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ വീട്ടിൽ അവനോട് മോണ്ടിസോറി സ്കൂളിൽ നിന്ന് അവൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്, അതല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ഉദാഹരണത്തിന് പോറിങ്, വെള്ളം ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്ക്
പകരുന്ന ആ ഒരു ആക്ടിവിറ്റി, അതുപോലെ തന്നെ കളറിങ്, ബട്ടണിങ്, ഇതേപോലുള്ള ആക്ടിവിറ്റികൾ നമ്മൾ കുട്ടികളെ വീട്ടിൽ നിന്ന് ചെയ്യുവാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. മൂന്നാമത്തത് ഫോസ്റ്റർ ഇൻഡിപെൻഡൻസ്. കുട്ടികൾക്ക് ചെയ്യേണ്ടുന്ന ഓരോ ടാസ്കും അവരെ കൊണ്ട് സ്വതന്ത്രമായി ചെയ്യുവാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അങ്ങനെ ഒരു സ്വാതന്ത്ര്യ ബോധം അവനിൽ വളർത്തിയെടുക്കുക. അവൻ ചെയ്യുന്ന ടാസ്കുകൾ ശരിയാവട്ടെ തെറ്റാവട്ടെ, അവൻ വളരെ വേഗത്തിൽ ചെയ്യുന്നോ അതോ വളരെ പതുക്കെ ചെയ്യുന്നോ, എങ്ങനെ ആവട്ടെ, ചെയ്യുന്ന ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ചെയ്യുന്ന ടാസ്കുകൾ അവൻ സ്വയം ചെയ്യട്ടെ എന്ന് വെക്കുക. അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കയറി നമ്മൾ ഇടപെട്ട് കൊണ്ട് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം അവനെ സ്വതന്ത്രമായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുവാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അപ്പോൾ അത് ശരിയായ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. തെറ്റായിട്ടാണ് അവൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവനത് സ്വയം ബോധ്യമാകും. മോണ്ടിസോറി ആക്ടിവിറ്റീസ് എല്ലാം അങ്ങനെയാണ്. സ്വയം കുട്ടികൾക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിലായിരിക്കും അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ തെറ്റായിട്ടാണ് അവൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് അവന് സ്വയം ബോധ്യമാവും. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് അവനെ പ്രേരിപ്പിക്കുക. ചില കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. എന്നാൽ വേറെ ചില കുട്ടികൾക്ക് എന്താണ്, വളരെ പതുക്കെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. എങ്ങനെ ആവട്ടെ, ആ കുട്ടിയുടെ പ്രകൃതത്തിനനുസരിച്ച് അവനെ സ്വതന്ത്രമായി ചെയ്യുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അവനിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസും ഉണ്ടാകുകയുള്ളൂ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏതെല്ലാമാണ്? പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് എന്നിവ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇൻഡിപെൻഡൻസ് ഫോസ്റ്റർ ചെയ്യണം. അടുത്തതായിട്ട് റെസ്പെക്റ്റ് ദി ചൈൽഡ്സ് സ്പേസ്. പറഞ്ഞു എന്ത്, എല്ലാ കുട്ടികളും ഒരുപോലെയല്ല എന്ന്. ചില കുട്ടികൾ എല്ലാ ആക്ടിവിറ്റികളും വളരെ വേഗത്തിൽ ചെയ്യും. വേറെ ചില കുട്ടികളാവട്ടെ അത് പതുക്കെ മാത്രമേ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചില കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ വേറെ ചില കുട്ടികൾക്ക് വളരെ പതുക്കെ മാത്രമേ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. ഇത് തിരിച്ചറിയേണ്ടത് അവരുടെ രക്ഷിതാക്കളാണ്, ടീച്ചേഴ്സാണ്. ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ അവൻ്റെ പ്രകൃതത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും അവനതിൽ ഡെവലപ്പായിക്കൊള്ളും. അല്ലാതെ കൃത്രിമമായിട്ട് അവനിലൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുക. ഒരിക്കലും തങ്ങളുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നീയും അവനും ഒരേ സ്കൂളിലല്ലേ പഠിക്കുന്നത്, എന്നിട്ടെന്താ അവൻ മാത്രം ഇതേപോലെ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എല്ലാ ആക്ടിവിറ്റികളും ചെയ്യുന്നത്, നിനക്കും അതുപോലെയൊക്കെ പഠിച്ചുകൂടെ എന്നൊക്കെ നമ്മൾ കുട്ടികളെ ശാസിക്കാൻ നിൽക്കരുത്. മറിച്ച് ഓരോ കുട്ടികളുടെയും കഴിവുകളും അതുപോലെ തന്നെ അവരുടെ കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് കഴിവുള്ള കുട്ടികളെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചും കഴിവ് കുറവുള്ള കുട്ടികളെ നമ്മൾ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ ഡെവലപ്മെൻറ്റ്സ് ശരിയായ രൂപത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് അവനും ആ ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുക. അവൻ്റെ കഴിവ് കുറവുകളെ നമ്മൾ അംഗീകരിക്കുക. അവർ നടത്തുന്ന ഓരോ മുന്നേറ്റങ്ങളും ചെറിയ മുന്നേറ്റങ്ങളാണ് എങ്കിൽ പോലും, അതല്ലെങ്കിൽ ചെറിയ ആക്ടിവിറ്റികളാണ് അവൻ ശരിയായ രൂപത്തിൽ പൂർത്തിയാക്കിയത് എങ്കിൽ പോലും അവനെ അപ്പോൾ അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഓരോ വിജയത്തിലും അവന് സമ്മാനങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, അവനെ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് അവൻ കാണിക്കുകയുള്ളൂ. അങ്ങനെ കുട്ടികളെ അവരുടെ
ആ ഒരു കഴിവിനും കഴിവ് കുറവുകൾക്കും അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്വയം വളരുവാൻ വേണ്ടിയിട്ട് അനുവദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത പോയിന്റ്, എൻകറേജ് ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പ്ലോറേഷൻ. നമുക്കറിയാം, ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ അവർ ഭൂമിയിൽ പുതുമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും നമ്മെപ്പോലെ അവർക്ക് അറിവില്ല. ഇക്കാര്യം നമ്മൾക്ക് ബോധ്യമുണ്ടാവണം. അവൻ പല കാര്യങ്ങളും നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, പല സംശയങ്ങളും നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ആ ചോദ്യങ്ങളെ നമ്മൾ അടിച്ചമർത്തുകയല്ല, മറിച്ച് അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന ഉത്തരങ്ങൾ അവന് സാവധാനത്തിൽ വിവരിച്ചുകൊണ്ട്, അവന് മനസ്സിലാകുന്ന രൂപത്തിൽ വിവരിച്ചുകൊണ്ട് അവനെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്, ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അവൻ്റെ ക്യൂരിയോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ ചോദ്യത്തിനും അവന് ഉത്തരം നൽകുമ്പോഴാണ് അവൻ പുതിയ പുതിയ ചോദ്യങ്ങൾ ചോദിക്കാൻ അവന് മനസ്സ് വരിക. അങ്ങനെ ഓരോരോ അറിവുകളും അവൻ അല്ലെങ്കിൽ അവൾ നമ്മിൽ നിന്ന് നേടിയെടുക്കുന്നു. അതുപോലെ തന്നെ വീടിന് പുറത്ത് ഇറങ്ങി പല കാര്യങ്ങളും അവർ കണ്ടെത്തട്ടെ, അതിന് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ ഔട്ട്ഡോറിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവരിലുണ്ടാവണം എന്ന കാര്യം നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ആക്ടിവിറ്റികൾ നൽകുന്നതിനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുട്ടികൾ സ്വയം വളരുന്നതിന് വേണ്ടിയിട്ടുള്ള, കുട്ടികൾ സ്വയം ഡെവലപ്പ് ചെയ്യുന്നതിന് അനുസരിച്ചുള്ള ഒരു സാഹചര്യം ഗാർഹിക അന്തരീക്ഷത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരു ബോധ്യം രക്ഷിതാക്കളിൽ സൃഷ്ടിക്കുക എന്നുള്ളത് ഓരോ ടീച്ചറിൻ്റെയും, മോണ്ടിസോറി ടീച്ചറിൻ്റെയും കടമയാണ് എന്ന കാര്യവും നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. കുട്ടികളോട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ലിസണിങ് എന്ന് പറയുന്നത്, അല്ലേ? ശ്രദ്ധയോടെ കേൾക്കുക എന്ന് പറയുന്നത്. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കുക, എന്നിട്ട് അതിനോട് ശരിയായ രൂപത്തിൽ പ്രതികരിക്കുക, കുട്ടികളുടേതായ രീതിയിൽ ശരിയായ രൂപത്തിൽ നമ്മൾ പ്രതികരിക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മളിൽ നിന്ന് ഒരുപാട് അറിവുകൾ ആ കുട്ടി നേടുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഈ കമ്മ്യൂണിക്കേഷൻ കുട്ടികളിലെ ലാംഗ്വേജ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ എല്ലാ നിലക്കുമുള്ള ഡെവലപ്മെൻറ്റ്സ് കുട്ടികളിൽ സാധ്യമാകണമെങ്കിൽ മോണ്ടിസോറി ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചാൽ പോരാ, കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി വിചാരിച്ചാലാണ് ശരിയായ രൂപത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് കുട്ടികളിൽ സാധ്യമാവുകയുള്ളൂ. ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു വെരി മച്ച്.